morning devotion. I'm forever yours. Praise God, hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുന്നു. വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കണ്ടാലും ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ. അപ്പോ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ 20-ാം വാക്യത്തിൽ ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരുമ്പോ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എല്ലാ നാളും നിങ്ങളുടെ കൂടെ, ഓൾവേസ്, എല്ലാ നാളും. അതായത് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വിശുദ്ധി, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ നന്മ, നിങ്ങളുടെ ഗുണം, അത് നോക്കിയാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നെങ്കിൽ എല്ലാ നാളും ഇരിക്കാൻ പറ്റത്തില്ല, സാധ്യമല്ല. കാരണം നിങ്ങളുടെ ജീവിതത്തില് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. പക്ഷെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുക, ഞാൻ നിന്റെ കൂടെ എല്ലാ ദിവസവും. അത് നിന്റെ പ്രവൃത്തിയുടെ നല്ല ഗുണം മോശം ഗുണം നോക്കിയുള്ള ഡിസിഷൻ അല്ലത്. ഇത് ഞാൻ ക്രൂശിൽ കൊടുത്ത വിലയ്ക്ക് തക്കവണ്ണമുള്ള ഡിസിഷനാണ്. ഇത് ഞാൻ നിന്നോട് കൂടിയിരിക്കാമെന്നുള്ള പ്രോമിസ്, നിന്റെ ഗുണത്തെയും ദോഷത്തെയും നോക്കി അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രോമിസ് അല്ലിത്. ഞാൻ ക്രൂശിൽ കൊടുത്ത വിലയ്ക്ക് തക്കവണ്ണം. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഇന്നത്തെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഐ ആം വിത്ത് യു. പ്രതികൂലങ്ങളെ കണ്ട്, പ്രതിസന്ധികളെ കണ്ട് നിങ്ങളെ തന്നെ തിരിച്ചു ചിന്തിക്കാതെ ഞാൻ എന്തോ തെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായത് ഇല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് അതീതമായി വാഗ്ദത്തം ചെയ്ത കർത്താവിലേക്ക് നോക്കിക്കേ. ആ വാക്ക് ഒന്ന് പിടിച്ചെടുത്തേ, ഒന്ന് വിശ്വസിച്ചിട്ട് പറഞ്ഞേ, എല്ലാ നാളും ദൈവം എന്റെ കൂടെ ഇരിക്കുന്നത് എന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമല്ല, അവന്റെ പ്രവർത്തിക്കുന്നത്. അവൻ എനിക്ക് വേണ്ടി ക്രൂശിൽ കൊടുത്ത വില നിമിത്തം എന്റെ ജീവിതത്തിന്റെ നന്മ മാത്രം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു തിന്മയും ഒരു ദോഷവും വരാൻ അനുവദിക്കത്തില്ല. അവന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ട്. അതെന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമല്ല, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, അവൻ യാഗമായി തീർന്നതിന് തക്കവണ്ണമാണ്. ഇന്ന് ഹല്ലേലൂയ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പകൽക്കാലം അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമല്ല, അങ്ങയുടെ വാഗ്ദത്തത്തിന്, അങ്ങയുടെ നീതിക്ക്, അങ്ങയുടെ വിശ്വസതയ്ക്ക് തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തെ തൊടട്ടെ. അത്ഭുതത്തിന്റെ ദിവസങ്ങളായിട്ട് അവരുടെ ജീവിതം മാറട്ടെ കർത്താവ്. ഇന്ന് പകൽക്കാലം അനേകർക്ക് ഒരു അനുഗ്രഹമായിട്ട് വരെ മാറ്റുന്നതിനായി സ്തോത്രം. നന്മയിൽ സൂക്ഷിക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്ന് പകൽ കർത്താവ് നമ്മുടെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ ത്യാഗത്തിന് തക്കവണ്ണമല്ല, അവന്റെ ത്യാഗത്തിനും യാഗത്തിനും തക്കവണ്ണം. ഗോഡ് ഈസ് വിത്ത് യു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.